അങ്ങനെ അതെല്ലാം കൂടി ചേർന്ന് കൂടിയാണ് കേരളം രൂപപ്പെട്ടത്. അതിനെയൊക്കെ അങ്ങനെ തള്ളി പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഇനി ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അത്രയും പോപ്പുലേഷൻ എവിടെ എങ്ങനെ താമസിപ്പിക്കുന്നതിൽ ചിലപ്പോൾ നമ്മൾ പ്രതിസന്ധിയുണ്ട്. അവരൊക്കെ കേരളത്തിൽ തിരിച്ചെന്ന സ്ഥിതി കേരളത്തിൽ അവർക്ക് ജീവിക്കാനുള്ള സ്ഥലം ഉണ്ടാവും, നമുക്ക് ശ്വസിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെയല്ല ആഗ്രഹിക്കേണ്ടത്. നേരെ തിരിച്ച് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഇവിടേക്ക് വരുന്നുണ്ട്. അതൊരു തന്നെ ആ ഒരു ഫ്ലോയെ കുറെ കൂടി കൺട്രോൾ ചെയ്തുകൊണ്ട് കുറെ കൂടി നല്ല മാസ്റ്റർ ബ്രെയിൻസിനെ ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എൻറിച്ച് ചെയ്യാണ് വേണ്ടത്. ആ എൻറിച്ച്മെൻറ്റ് പ്രോസസ്സ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നന്നായി നടക്കുന്നുണ്ട്. അത് ഈ ഗവൺമെൻറ് തുടരാൻ ഇനി മുന്നോട്ടേ പോകാൻ കഴിയും. നമുക്ക് അങ്ങനെ തുടർന്നാൽ തീർച്ചയായിട്ടും അതിൽ കുറച്ചുകൂടി ബാലൻസ് ഉണ്ടാകുന്ന അവസ്ഥ വരും. കുറെ കൂടി ഫിനാൻഷ്യലി കൂടി നമുക്ക് എൻറിച്ച് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ്. അല്ലാതെ എല്ലാ പഠിക്കുന്ന കുട്ടികളെയും +2 കഴിഞ്ഞ് എല്ലാവരും ഇവിടെ തന്നെ പഠിക്കട്ടെ, ഇവരാരും പുറത്തേക്ക് പോരുന്ന പറഞ്ഞൊരു ക്ലോസ്ഡ് സൊസൈറ്റി ആക്കി മാറ്റണം എന്നൊക്കെ പറയുന്ന ഒരു വാദത്തിനൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.